ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ IPL 2026 പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് 47 റൺസിന് തകർപ്പൻ ജയം നേടി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഈ കളിയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സൺറൈസേഴ്സിന്റെ അഭിഷേക് ശർമ്മയുടെ അസാമാന്യ ബാറ്റിംഗ് പ്രകടനമായിരുന്നു. വെറും 68 പന്തിൽ നിന്ന് പുറത്താകാതെ 135 റൺസാണ് അയാൾ അടിച്ചുകൂട്ടിയത്. ഈ IPL സീസണിലെ ശർമ്മയുടെ രണ്ടാമത്തെ സെഞ്ചുറിയായിരുന്നു ഇത്. ടൂർണമെന്റിൽ ഒരു പുതിയ തരംഗം തന്നെ ഉണ്ടാക്കാൻ ഈ പ്രകടനത്തിന് കഴിഞ്ഞു. IPL ചരിത്രത്തിലെ അഞ്ചാമത്തെ ഉയർന്ന വ്യക്തിഗത സ്കോറാണ് ഇപ്പോൾ ഇത്. 2025-ൽ പഞ്ചാബ് കിങ്സിനെതിരെ നേടിയ 141 റൺസ് ഇന്നിംഗ്സ് മൂന്നാം സ്ഥാനത്തുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. 10 കൂറ്റൻ സിക്സറുകൾ ഉൾപ്പെടെയുള്ള ശർമ്മയുടെ ഈ വെടിക്കെട്ട് ഇന്നിംഗ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 2 വിക്കറ്റിന് 242 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. ഈ ഇടങ്കയൻ ബാറ്റ്സ്മാന്റെ പവർ ഹിറ്റിംഗ് കഴിവ് IPLൽ ഒന്നിലധികം ഇന്നിംഗ്സുകളിൽ 10 അതിലധികമോ സിക്സറുകൾ പറത്തിയവരുടെ കൂട്ടത്തിൽ ക്രിസ് ഗെയിലിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ്. അയാളുടെ തുടർച്ചയായുള്ള ഈ ഉയർന്ന സ്കോറുകൾ സീസണിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നവർക്ക് ലഭിക്കുന്ന IPL 2026 ഓറഞ്ച് ക്യാപ്പിനായുള്ള പോരാട്ടത്തിൽ ഒരു പ്രധാന മത്സരാർത്ഥിയാക്കി മാറ്റിയിട്ടുണ്ട്. അഭിഷേക് ശർമ്മയുടെ റെക്കോർഡ് ബാറ്റിംഗ് പ്രകടനം മാത്രമല്ല, സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബോളിംഗ് നിരയും നിർണായക പ്രകടനം കാഴ്ചവെച്ചു. SRHന് വേണ്ടി പേസർ ഇഷാൻ മലിംഗ ഒരു പ്രധാന ബൌളറായി തിളങ്ങി. 4 ഓവറിൽ വെറും 32 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകൾ വീഴ്ത്തി മലിംഗ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. ഡൽഹി ക്യാപിറ്റൽസിന്റെ നിതീഷ് റാണ, ഡേവിഡ് മില്ലർ, ക്രിസ്റ്റൻ സ്റ്റെപ്സ്, ആശുതോഷ് ശർമ്മ എന്നിവരുൾപ്പെടെയുള്ളവരുടെ നിർണായക വിക്കറ്റുകളാണ് മലിംഗ വീഴ്ത്തിയത്. ഇത് ക്യാപിറ്റൽസിന്റെ റൺ ചേസിനെ അപ്പാടെ തകർത്തു. സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി ഒരു വിദേശ കളിക്കാരന്റെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനങ്ങളിൽ മൂന്നാമത്തേതാണ് മലിംഗയുടെ ഈ തകർപ്പൻ പ്രകടനം. 2026 സീസണിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരിൽ രണ്ടാമനായും മലിംഗ എത്തി. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ പാത്തും നിസ്സംഗ 2026 സീസണിൽ IPL അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അദ്ദേഹത്തിന് ക്രീസിൽ അധികം നേരം പിടിച്ചു നിൽക്കാനായില്ല. 245 റൺസിന്റെ വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി ക്യാപിറ്റൽസിന് ഇതൊരു തിരിച്ചടിയായി. SRHന്റെ ഇന്നിംഗ്സിൽ ശർമ്മ ട്രാവിസ് ഹെഡുമായി ഓപ്പണിംഗ് കൂട്ടുകെട്ടും പിന്നീട് ഇഷാൻ കിഷൻ, ഹെൻറിച്ച് പ്ലാസൻ എന്നിവരുമായി ചേർന്നും നിർണായക കൂട്ടുകെട്ടുകളുണ്ടാക്കി. ഇത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ശക്തമായ ബാറ്റിംഗ് കരുത്ത് വ്യക്തമാക്കുന്നു. 2026-ലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെന്റിന്റെ 19ാം സീസൺ ഇപ്പോഴും ലീഗ് ഘട്ടത്തിലാണ്. മാർച്ച് 28 മുതൽ മെയ് 31 വരെ 10 ടീമുകൾ 74 മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചത് ഇപ്പോഴത്തെ പോയിന്റ് ടേബിളിലും പ്ലേ ഓഫ് സാധ്യതകളിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. IPLന്റെ പ്ലേ ഓഫ് ഘടന എങ്ങനെയാണ്? ആദ്യ 2 സ്ഥാനക്കാർ തമ്മിലാണ് ക്വാളിഫയർ 1 മത്സരം നടക്കുക. 3ഉം 4ഉം സ്ഥാനങ്ങളിലുള്ള ടീമുകൾ തമ്മിൽ എലിമിനേറ്റർ കളിക്കും. ക്വാളിഫയർ 1-ൽ തോൽക്കുന്ന ടീമും എലിമിനേറ്ററിൽ ജയിക്കുന്ന ടീമും തമ്മിലാണ് ക്വാളിഫയർ 2. ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീം രണ്ടാം ഫൈനലിസ്റ്റാകും. അഭിഷേക് ശർമ്മയുടെ സ്ഥിരതയാർന്ന പ്രകടനം ഓറഞ്ച് ക്യാപ്പിനായുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്തുന്നു. ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന കളിക്കാരനാണ് ഓറഞ്ച് ക്യാപ്പ് ലഭിക്കുക. ആ കിരീടത്തിനായി അദ്ദേഹം ശക്തമായി പോരാടുകയാണ്. പാറ്റ് കമ്മിൻസിന്റെ നേതൃത്വത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ സീസണിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കുന്നുണ്ട്. അതേസമയം അക്സർ പട്ടേലിന്റെ കീഴിൽ ഡൽഹി ക്യാപിറ്റൽസ് പോയിന്റ് ടേബിളിൽ മുന്നേറാനുള്ള ശ്രമത്തിലാണ്. ചാമ്പ്യൻഷിപ്പ് പ്ലേ ഓഫിൽ ഒരു സ്ഥാനം നേടാൻ ടീമുകൾ കട്ടയ്ക്ക് പോരാടുന്ന ഈ സീസണിൽ IPLന്റെ കടുത്ത മത്സര സ്വഭാവവും ഓരോ കളിക്കും വലിയ പ്രാധാന്യമുണ്ടെന്നും ഇത് അടിവരയിടുന്നു.